ഹായ്. അപ്പോൾ മലയാള സിനിമ നമ്മൾ വേറെ തലത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നു, പല ബാരിക്കേഡുകളും തകർത്തുകൊണ്ട് മുന്നിലേക്ക് തന്നെ പോകുന്നു, പല ലാംഗ്വേജിൽ റെക്കോർഡുകൾ ഇടുന്നു, പല ലാംഗ്വേജുകളിൽ ചർച്ചാ വിഷയമാവുന്നു, ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, കൊറിയൻ ലാംഗ്വേജിൽ റിലീസ് എടുക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് മാർക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ മീൻസ് ഉണ്ണിമൂന്തൻ്റെ റീച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഷൈൻ നിഗമായിട്ടുള്ള കുറച്ച് നാൾ മുന്നേ ഷൈൻ നിഗം ഉണ്ണിമൂന്തനെ പറ്റി പറഞ്ഞൊരു സംഭവം, ഉണ്ണിമൂന്തൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉംഫി എന്ന് പറഞ്ഞത്. ശരിക്കും ഉണ്ണിമൂന്തൻ ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതാണ്, UMF എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അവിടെ ഐയും കൂടി ചേർത്ത് പുള്ളിയുടെ താങ്ങിയതാണെന്ന്. പുള്ളി അത് അന്ന് എന്തുകൊണ്ടത് പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ പല കമൻസും ഞാൻ കണ്ടു. അത് ദുൽഖറോ ഫഹദോ അല്ലെങ്കിൽ പൃഥ്വിരാജൊക്കെ ആണെങ്കിൽ ഈ പുള്ളി ഈ ഷൈൻ നിഗം ഇങ്ങനെ പറയുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പറയില്ല, അപ്പോൾ ബോധമില്ലാത്തതുകൊണ്ടല്ല, ഉണ്ണി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കയറി എന്തെങ്കിലും പറയാം എന്നൊരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ എന്താ പറയുക, കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് തിരിച്ചിപ്പോൾ ഈ പുള്ളി തന്നെ കിട്ടിയിരിക്കുകയാണ്. കിട്ടി അന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. ഓക്കെ, തിരിച്ച് അന്ന് ഒറ്റയ്ക്കാണ് ചിരിച്ചതും ആർത്തുല്ലസിച്ചതും എല്ലാം ഒറ്റയ്ക്കായിരുന്നു. തിരിച്ച് ഇപ്പോൾ കിട്ടിയപ്പോൾ കരഞ്ഞിട്ടിരിക്കുകയാണ് പുള്ളി കരയുവാണ്. എന്തിനാണ് ഇപ്പോൾ പുള്ളി ആൾക്കാരെ കൂട്ടി കരഞ്ഞിട്ടിരിക്കുകയാണ്, എൻ്റെ കൂടെ ആരെങ്കിലും വരൂ കരയാൻ എന്നുള്ള രീതിയിലാണ്. ഈ പണി ഒറ്റയ്ക്ക് ചെന്ന് ചെയ്ത് തിരിച്ച് കിട്ടുമ്പോഴും ഒറ്റയ്ക്ക് തന്നെ ആസ്വദിക്കണ്ടേ, അല്ലാണ്ട് തിരിച്ച് കിട്ടുമ്പോൾ കിടന്ന് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ അതൊന്നും നമ്മുടെ വിഷയമല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇങ്ങനെ അത് ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പരസ്പരം ഇങ്ങനെ കിടന്ന് ഈ തർക്കിക്കണതോ ഇങ്ങനെയുള്ള ഈ പിള്ളേർ കളിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യണത് എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഒരു താല്പര്യമില്ലാത്തതാണ്. അത് ശരിക്കും പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ഈ കച്ചറ ഈ മൈൻഡ് സെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മലയാള ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ആണെങ്കിൽ പൃഥ്വിരാജിന് എവിടെ എത്രയോ ക്രിറ്റിസിസം പൃഥ്വിരാജിൻ്റെ മേലെ വന്നിട്ടുണ്ട്, എത്രയോ കളിയാക്കലുകൾ വന്നിട്ടുണ്ട്, എത്ര സംഭവങ്ങൾ പൃഥ്വിരാജിൻ്റെ വന്നിട്ടുണ്ട്. പുള്ളി എവിടെയും ആരോടും ഒരു അക്ഷരം പുള്ളി പറയാറൊന്നുമില്ല. പുള്ളിക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ടും നല്ല ഡിസ്ട്രിബ്യൂട്ടറായിട്ടും നല്ല ഡയറക്ടറായിട്ടും കുഴപ്പമില്ലാത്ത തരം അത്യാവശ്യം കോടികളൊക്കെ അടിക്കുന്ന ഒരു ഹീറോ ആയിട്ടൊക്കെ പുള്ളി നിലനിൽക്കുന്നതിൻ്റെ കാര്യമാണ്. പല ലാംഗ്വേജിലും പോയി അഭിനയിക്കുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു. പൃഥ്വിരാജിൻ്റെ റീച്ച് എവിടെയാണ് കാര്യം? പുള്ളി ഇതിൻ്റെ ഒന്ന് പുറകെ നടന്ന് ഈ മറുപടി കൊടുക്കാനോ ഇവിടെ ഈ എന്താ പറയുക ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന പോലെ അവിടെ എവിടെയും കളിക്കാനൊന്നും പുള്ളി നിന്നില്ല. പുള്ളിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട്, പുള്ളി എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടെയാണ് റീച്ച് ചെയ്ത് എത്തപ്പെട്ടിരിക്കണമെന്നൊക്കെ പുള്ളിക്കറിയാം. അപ്പോൾ ആ പൊസിഷനിലൊക്കെ റീച്ച് ചെയ്യാൻ തന്നെ പാടാണ്, പല ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ അച്ഛനോ അല്ലെങ്കിൽ കുടുംബവും ഇങ്ങനെയൊക്കെ ഈ സിനിമാ ഫീൽഡിലുള്ളതുകൊണ്ട് അതിലേക്ക് എത്തി. എന്നാൽ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യണ്ടേ? അത് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, അതൊക്കെ അതിൽ തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചപ്പടാച്ചി പരിപാടികളുടെ പുറകെ നടന്നു തുടങ്ങി ഇങ്ങനെയുള്ള അനാവശ്യ വിവാദങ്ങളുടെ പുറകെ പോയി അതിൻ്റെ സ്ട്രെസ്സ് സംഭവിച്ചിരിക്കും. എന്തായാലും ഈ കാര്യത്തിൽ എനിക്ക് ഉണ്ണിമൂന്തനോട് റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം പുള്ളി ഈ ഒന്നുമില്ലെങ്കിൽ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, പല ആൾക്കാരും കമൻറ്റ് ചെയ്ത് ഷൈനോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ഒരേ ഫീൽഡല്ലേ, നിങ്ങൾ ഇത് ചെയ്യാവോ എന്നുള്ള രീതിയിലാണ്. ഉണ്ണി ഇതുവരെയായിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിലുള്ള ഒരാളോട് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കില്ല. ഒരു പരിപാടിയും പുള്ളി ഇതുവരെയായിട്ട് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ പണ്ട് പ്രാവശ്യം ഹനുമാൻ്റെ എന്തോ ഒരു പിക്ചർ ഇട്ടിട്ട് കൊറോണ സമയത്താണ് എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന മറ്റേ പുള്ളി പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു പിക്ചർ ഇതിലിട്ടു. അപ്പോൾ സന്തോഷ് കീഴാറ്റൂർ എന്ന് പറഞ്ഞ ഒരു നടൻ, സ്ഥിരം മലയാള സിനിമകളിൽ മരിക്കുന്നതായിട്ട് കാണപ്പെടുന്ന ഒരു നടൻ, പുള്ളി അതിനകത്ത് ഇതിട്ട് കഴിഞ്ഞാൽ കൊറോണ ഇല്ലാണ്ടാവുമെന്ന മറ്റേ ചോദിച്ചു ഒരാളുടെ. അതാണ് അന്നേരം അത് കുറേ ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിരിക്കും, അതുകൊണ്ട് പുള്ളിക്ക് അതിൽ നേട്ടം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ആ നേട്ടമൊന്നും ഇപ്പോൾ കാണുന്നില്ല, പുള്ളിനെ സിനിമയിൽ പോലും ഇപ്പോൾ കാണുന്നില്ല. തിരിച്ച് ഉണ്ണി ചോദിച്ചത്, ചേട്ടാ നമ്മളൊരു ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചേട്ടൻ്റെ വിശ്വാസത്തിനോ കാര്യങ്ങളോ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഇതെൻ്റെ വിശ്വാസമാണ്. അങ്ങനെയാണ്, അത്രയും പക്വതയോട് കൂടിയ മറുപടിയാണ് ഉണ്ണി അന്ന് നൽകിയത്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമയുടെ പ്രൊമോഷനായിട്ട് കുറച്ച് ഒരു 6-7 മാസത്തിന് മുന്നേ ബാബുരാജ് ഇരിക്കുന്നു, മഹിമ നമ്പ്യാർ ഇരിക്കുന്നു, ഉണ്ണി ഷൈൻ നിഗം ഇരിക്കുന്നു. അപ്പോൾ ആങ്കർ ചോദിച്ചതാണ് ഈ കേസ്. മഹിമേനെയും കൂട്ടി, മഹിമയുടെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് RDX ആണ്, അല്ല ഹിറ്റ് സിനിമ അതാണ്, RDX ആണ്. അപ്പോൾ അത് ആ ഒരു ജോഡി ഷൈൻ നിഗമായിട്ടുള്ള ജോഡി, അതിനുശേഷമാണ് ഉണ്ണിയായിട്ട് ജയഗണേഷിൽ കോംബോ വരുന്നത്, അതിനുശേഷമാണ് വീണ്ടും ഈ ഷൈൻ നിഗമായിട്ട് വേറെ പടം വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ കാര്യങ്ങൾ ചോദിച്ചു, ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, ഷൈനാണോ ഉണ്ണിയാണോ മഹിമയാണോ അങ്ങനെ ചോദിക്കണതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞ പുള്ളിക്ക് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും നടനാണ് പുള്ളി ഇങ്ങനെ പറയുമെന്നുള്ളതാണ്. ഉണ്ണി അല്ലാണ്ട് വേറെ ഏതെങ്കിലും നടനായിരുന്നു പുള്ളി ഇത് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷൈൻ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ അർഹിച്ചത് തന്നെയാണ്. അത് കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കുക, കൊടുക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് വാങ്ങിക്കുക, അല്ലാണ്ട് കിട്ടുമ്പോൾ കൂട്ടക്കരച്ചിലല്ല നടത്തേണ്ടത്, അതല്ല അതിൻ്റെ രീതി. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഫാൻസുകാരും ഈ രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ്. നിങ്ങൾക്ക് മലയാള സിനിമയിൽ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ വേറെ ഇല്ലേ, അതിൻ്റെ പരിപാടി ചെയ്യുക. പിന്നെ ബാബുരാജിനോട് പറയാനുള്ളൊരു കാര്യം, ഈ ബാബുരാജ് എന്ന് പറഞ്ഞ നടൻ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കാണുന്നത് തേന്മായും കൊമ്പത്താണ്. ഞാൻ എറണാകുളത്ത് എന്ന് കണ്ടൊരു സിനിമയാണ്. ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന സിനിമ എൻ്റെ ഓർമ്മയിൽ തേന്മായും കൊമ്പത്താണ്. എനിക്ക് തോന്നുന്നത് അന്നാണ് നമുക്ക് കുറച്ച് സിനിമ എന്നുള്ള കുറച്ചൊക്കെ ഒരു ബോധം വന്നു തുടങ്ങിയൊരു വർഷമൊക്കെയാണത്.
അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ ഓർമ്മ, അന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ആ കാലഘട്ടം തുടങ്ങി ബാബുരാജൊക്കെ മലയാള സിനിമയിലുണ്ട്. ചെറിയ വലുതായിട്ടുള്ള വേഷങ്ങളൊക്കെ ആയിട്ട്, വില്ലൻ വേഷങ്ങളൊക്കെ തന്നെയാണ്, ശ്രദ്ധിക്കപ്പെടാത്ത വേഷങ്ങളൊക്കെയാണ്, സൈഡായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലത്തെ വേഷങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷേ പുള്ളിക്ക് അതിനേക്കാളും വലിയ ഒരു ബേസ് സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും പുള്ളി ചെയ്ത വേഷങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. പുള്ളി ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതിനുശേഷം ഈ സോൾട്ട് ആൻഡ് പേപ്പറിലാണ് ബാബുരാജിന് ഒരു ക്യാരക്ടർ റോൾ വീഴുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ബാബുരാജിന് ഒരു റെസ്പെക്ട് കിട്ടി തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബാബുരാജ് എത്തിയത്, ആ ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു വ്യക്തി എത്തിയതൊക്കെ ഈ സോൾട്ട് ആൻഡ് പേപ്പറിലെ ക്യാരക്ടറിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ബാബുരാജ് ഇപ്പോൾ അമ്മ എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ്. വരും കാലങ്ങളിൽ അതിനേക്കാളും വലിയ പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ട ഒരാളാണ്. ഉണ്ണി മൂന്നര അതിൻ്റെ ട്രഷറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത്, ഈ ഷൈനുമായിട്ടുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആ വേദിയിലുണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ചിരിച്ച ഒരാൾ ബാബുരാജാണ്. അപ്പോൾ ബാബുരാജ് ഇപ്പോൾ ഉണ്ണി ഇപ്പോഴാണ് ട്രഷറർ ആണെങ്കിലും അതിന് മുന്നേ തന്നെ ബാബുരാജ് ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇരുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പുള്ളിയുണ്ട്. അത്യാവശ്യം ഇത്ര എക്സ്പീരിയൻസും അമ്മയുടെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ, ഈ മലയാള സിനിമയിൽ ഇത്ര എക്സ്പീരിയൻസും ഈ സ്ഥാനം വഹിക്കുന്ന ഒരാൾ, അന്ന് അതിൻ്റെ കൂടെ നിന്ന് കൈയടിക്കുകയായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു വേണ്ടത്. ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു മെച്യൂരിറ്റി നിങ്ങളവിടെ കാണിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരായാലും ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷൈൻ അത്തരം കാര്യം ഇങ്ങനെ പറയുമെന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇപ്പോൾ ഷൈന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ തെറിവിളികളിൽ ഒരു പകുതി ബാബുരാജിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബാബുരാജിൻ്റെ നായക നടനല്ലാത്തതുകൊണ്ട്, വലിയ സിനിമകളിൽ വലിയ പ്രൊമോഷൻ നടക്കാത്തതുകൊണ്ടും, ബാബുരാജിൻ്റെ ഫേസ്ബുക്ക് പേജൊന്നും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ടൊക്കെയാണ് തെറിവിളി കേൾക്കാത്തതെങ്കിലും ആ പേജിൽ ചെന്ന് നോക്കിയാൽ നല്ല തെറിവിളി കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ പിള്ളേരുകൾ പരിപാടികളൊക്കെ നിങ്ങൾ നിർത്തി, നിങ്ങൾക്ക് സിനിമയിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2024 മാത്രം ഏകദേശം 5-6 സിനിമകൾ 100 കോടിക്ക് മേലെ കളക്ഷൻ പോയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്ന് ഓർക്കണം. മലയാള സിനിമ പാൻ ഇന്ത്യ റീച്ചിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് മലയാള സിനിമയിലെ ആക്ടേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ഇൻ്റർവ്യൂസും കേരളത്തിന് പുറത്തുപോയി കൊടുക്കാനുണ്ട്. അവിടുത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്വാധീനം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട്, അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യം കാണിക്കാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കണ മലയാള സിനിമയുടെ വളർച്ച അത് മനസ്സിലാക്കാണ്ട് ഇങ്ങനെയുള്ള ഈ ചപ്രാച്ചി പരിപാടികളുടെ പുറത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി നടക്കാനാണോ ഈ ബാബുരാജൊക്കെ ശ്രമിക്കുന്നത്? എൻ്റെ ചോദ്യം അതാണ്. കാര്യം ഒരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സ്ക്രിപ്റ്റുകൾ, എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലാണ്, അല്ലെങ്കിൽ ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മലയാള ഇൻഡസ്ട്രിയാണ്. നേരത്തെ ഒരു 1000 തുടങ്ങി 5000 സ്ക്രിപ്റ്റ് വരെ ഒരു വർഷം എഴുതുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങുന്നത് കുറച്ചുണ്ട്, നമുക്കറിയാം 200-300 സിനിമകൾ ഇറങ്ങുന്നുള്ളൂ, പക്ഷേ എഴുതുന്നുണ്ട് ഒരു 5000 സ്ക്രിപ്റ്റോളം. പക്ഷേ അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും സ്ക്രിപ്റ്റ് ഇന്ന് മലയാള സിനിമ എഴുതുന്നുണ്ട്. കാര്യം മലയാള സിനിമയുടെ മാർക്കറ്റ് വളർന്നത് എഴുത്തുകാർക്കും, അല്ലെങ്കിൽ ഈ എഴുത്ത് അറിയില്ലെങ്കിൽ പോലും പല ആൾക്കാരും എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, സ്ക്രിപ്റ്റ് എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഐഡിയകൾ വെച്ചിട്ട്. അപ്പോൾ അത്ര സാധ്യതകൾ ഓപ്പൺ ആയിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കി അത് യൂസ് ചെയ്യേണ്ട, ഓൾറെഡി ആ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യേണ്ടതാണ്. മലയാള സിനിമയാണ് വളരുന്നത്, അത് ഓട്ടോമാറ്റിക് നമ്മുടെ പല കാര്യങ്ങളും വളരും. നമുക്ക് സിനിമ മാത്രമൊന്നും അല്ല, അതിലൂടെ സിനിമാക്കാർ മാത്രമൊന്നും അല്ല അതിനകത്ത് വളരുന്നത്. എത്ര ആൾക്കാരുടെ ജോലി കാര്യങ്ങൾ നടക്കും, ഗവൺമെൻറ് എത്ര ടാക്സ് കിട്ടുന്ന പരിപാടികളാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അത് വളരുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ രീതിക്ക് നടത്താണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ശാന്തിവിള ദിനേശ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ പറയുവാണ്. ഇപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ശാന്തിവിള ഇപ്പോൾ ഷൈൻ്റെ കുറച്ച് കേസുകൾ നമുക്കറിയാം. ഷൈൻ കുറച്ച് നാളായിട്ട് ചെറിയ വിഷയങ്ങളുണ്ട്, പ്രൊഡ്യൂസർമാരായിട്ടുണ്ട്, ഡയറക്ടേഴ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മൊത്തത്തിലൊരു പ്രശ്നം പുള്ളിക്കുണ്ട്. പുള്ളിയുടെ ബിഹേവിയർ പ്രോബ്ലം ആണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പുള്ളി വേറെ ഈ പറഞ്ഞ പോലെ ഈ സാധനം എല്ലാം വലിക്കുന്നുണ്ടോന്നും അറിയില്ല. അപ്പോൾ ശാന്തിവിള ദിനേശ് പറഞ്ഞൊരു കാര്യം, അത് കുറേ ട്രോളായിട്ട് എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട്. ഞാൻ അതിൽ 4 പാർട്ടുണ്ട്, നമുക്ക് 4 പാർട്ടിൻ്റെ ചെറിയ വീഡിയോ കാണാം. നിങ്ങൾ ഇതൊന്നും അല്ല, ഒരു ഹോട്ടലിലെ മുഴുവൻ AC-യുടെ സർക്യൂട്ട് മുഴുവൻ വലിച്ചു പൊടിച്ച് കളഞ്ഞു ഈ ചെറുക്കൻ. ഹോട്ടൽ മുതലാളി ഹോട്ടൽ മുറിക്കകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ AC മുഴുവൻ കട്ടി കളഞ്ഞവൻ. ഇവൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടില്ല. അവൻ അഴുക്കച്ചെറുക്കൻ, തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അതുകൊണ്ടല്ല അവൻ ദിലീപ് അടക്കം ഒരുപാട് മിമിക്രിക്കാർ രക്ഷപ്പെടാത്ത. അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ നടന്നിരുന്ന സെറ്റ്. അപ്പോൾ ആരും സഹകരിപ്പിക്കില്ല. ഞാൻ കേട്ടെ, നമ്മൾ മറ്റ് സമുദായങ്ങളൊക്കെ മാറ്റി നിർത്തില്ല. മുസ്ലിം മിമിക്രി രംഗത്തുള്ള എത്ര പേര് മലയാളത്തിലുണ്ട്, സിദ്ദിഖ് അടക്കം എത്ര പേരുണ്ട്. ഒരു ആൾ എന്താ ഇവനെ സഹകരിപ്പിക്കാത്ത? അബിയെ കയ്യിരിപ്പുണ്ട്. ഈ ചെറുക്കൻ നശിപ്പിക്കുമെന്ന്. അപ്പോൾ അവന് വേണ്ടി പരസ്യമായി അവന് പിന്തുണ കൊടുത്ത ആളാണ് മഹാസുബൈർ. അയാൾ 24 സിനിമ ചെയ്ത ആളാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാമിനെയൊക്കെ വെച്ച്, ദിലീപ് ഒക്കെ വെച്ച് 24 സിനിമ ചെയ്ത പ്രൊഡ്യൂസർ. അയാൾക്ക് അവസാനം പറ്റിയതുണ്ട്. അയാൾ ഫോണിൽ വിളിച്ച് കെഞ്ചുകയാണ്, എടാ 10 മിനിറ്റ് വന്നാൽ ക്ലൈമാക്സ് ഒന്ന് തീർത്തുക. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴൊന്നും എനിക്ക് വരാക്കില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ രാത്രി 12 മണിക്ക് വയ്ക്കും. നാളെ രാത്രി 12 മണിയാകുമ്പോൾ ഡേ സീനാണ്, അത് രാത്രി എടുത്താൽ മതി. കുമ്പളങ്ങി നൈറ്റ്സൊക്കെ കണ്ടാലേ, അല്ലെങ്കിൽ അവൻ്റെ ആദ്യത്തെ പടം കിസ്മത്ത് കണ്ടാൽ നല്ല രസമായിട്ട് ചെയ്യുന്ന ഒരു പയ്യനല്ലേ. ഒരുപാട് ലിമിറ്റേഷനുണ്ട് അവന്, ചെയ്യാവുന്ന വേഷങ്ങൾക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. കാരണം മാന്യമായ ഒരു വീട്ടിലെ ക്യാരക്ടറൊന്നും ചെയ്യാൻ പറ്റില്ല. തല്ലിപ്പൊളി വേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. അവൻ്റെ ഈ താടി, ഒന്നാമത് അവൻ്റെ താടി മീശയൊക്കെ എടുത്തപ്പോൾ നോക്കി ഒരു ബീബൽസ്, ഒരു രാക്ഷസനെ പോലെ ഇരിക്കുന്നത്. അവൻ ഈ താടി മുടിയൊക്കെ വളർത്തി
ഇങ്ങനെ കഞ്ചാവ് കാടിച്ച് നടക്കുന്ന വേഷം നിങ്ങൾക്ക് പറ്റും. പക്ഷേ അങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്യാം. ചിരി കണ്ടാറുണ്ട് അബ്നോർമലാണ്. അവൻ ഇനിയിപ്പം ഇതൊക്കെ നിർത്തിയാൽ തന്നെ ഒരു 2-3 മാസം ആ ബ്ലഡിലുള്ള ഈ സ്വഭാവം മുഴുവൻ പോകാനായിട്ട് 2-3 മാസം എടുക്കും. കഴിഞ്ഞ് മര്യാദക്കാരനായാലും കൊള്ളാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു നടൻ നേഴ്സറി പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അമ്മയും കൊണ്ട് ലൊക്കേഷനിൽ വരുമോ? അമ്മ വന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നു. മോനെ അടി അടി അടി, അങ്ങനെ ചെയ്യരുത്, വലിക്കരുത്, അടി അടി എന്ന് പറയാൻ അമ്മയെ കൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ന്യൂജൻ എന്ന് പറഞ്ഞ് ഈ കൊറിയൻ സിനിമകൾ വരാതായാൽ ഇതൊക്കെ നിൽക്കും. കൊറിയൻ സിനിമയുടെ CD കിട്ടിയില്ല എങ്കിൽ ഇതൊക്കെ നിൽക്കും. ഇത് ഞാൻ പറയുന്നത് സംശയമുള്ള സെറ്റുകളിൽ ഇത് ചെയ്യണം, റെയ്ഡ് ചെയ്യണം. അങ്ങനെ കുറേ റെയ്ഡ് കടന്നാൽ കുറേയൊക്കെ മാറാം. ഈ വിളയുന്നതിന് മുമ്പ് പഴുത്തുപോയി എന്ന് ഞാൻ പറയും. രുചി കുറവാതുകൊണ്ട്, കാരണം അനുഭവങ്ങളില്ല. ഞാനെപ്പോഴും പറയുന്ന ഈ പയ്യൻ ചിലപ്പോൾ കരുതുന്നത് അവനെ ഇഷ്ടമല്ല, അവൻ്റെ അച്ഛനെ ഇഷ്ടമല്ല എന്നൊക്കെ ആയിരിക്കും. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു അബി ഒരുപാട് കുഴപ്പങ്ങൾ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ അബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ നല്ല ഹാൻഡ്സമാണ്, നല്ല ശബ്ദമാണ്, നല്ല ഹൈറ്റ്, അമിതാഭ് ബച്ചനെ പോലെയൊക്കെ ഇരിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയിൽ രക്ഷപ്പെടാത്തതെന്ന് എപ്പോഴെങ്കിലും അബി ആലോചിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ പറഞ്ഞത്, ദിനേശ് ഞാൻ അമിതാഭ് ബച്ചനേക്കാളും മുകളിലാണെന്ന് സ്വയം ചിന്തിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെ പുള്ളി അബി ജീവിച്ചിരിപ്പില്ല, ഇതൊക്കെ ഈ പുള്ളി പറഞ്ഞാൽ ശരിയാണെന്നും അറിയില്ല. പക്ഷേ പുള്ളി ഇത് പറയുന്നുണ്ട് വിശ്വാസ്യത പോലെ തന്നെ. പിന്നെ വേറെ കാര്യം, ഷൈനികത്തെ പറ്റി അന്ന് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തതാണ്. അതിനുശേഷം കുറേ കാര്യങ്ങൾ മാറി. ഷൈനിക വീണ്ടും അവിടെ നിന്നൊക്കെ വളർന്നു കുറേ നല്ലൊരു സ്റ്റാറായിട്ടൊക്കെ മാറി. അതിനുശേഷം ശാന്തിവിളിയോട് ഈ പഴയ ഇൻ്റർവ്യൂ അഴുക്കച്ചക്കൻ എന്ന് പറഞ്ഞ സംഭവം എല്ലായിടത്തും കൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ശാന്തിവിളിയോട് വീണ്ടും ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയാണത്. വൃത്തിയായിട്ടാണ് അവൻ്റെ അച്ഛൻ അതിനേക്കാളും വൃത്തിയായിട്ടാണ് രീതിയിലാണ് സാറ് പറഞ്ഞത്. ആ ഒരു പരാമർശം പിന്നീട് തെറ്റായി പോയി. ദിനേശ് പറയുന്ന ഒരു വാക്ക് പിൻവലിക്കില്ല. അവൻ ഷൈൻ വിളിച്ചപ്പോൾ വരെ ഞാൻ അവൻ വിശദീകരിച്ചു കൊടുത്തു. അവനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവന് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ വിചാരിച്ചെന്തറിയോ, ഈ കൊച്ചു പയ്യനല്ലേ, ബോഡികളൊക്കെ വന്ന് കൈ കയറിയപ്പോൾ അവൻ വിചാരിച്ചു അവൻ്റെ കൂടെ കുറേ ചിങ്കിടികൾ നടന്നാൽ ഞാൻ വരളൂ എന്ന് വിചാരിച്ചു. എന്നെ ഒരു 10-25 ദിവസം മട്ടാഞ്ചേരിയിലെ കുറേ വൃത്തിയിട്ട കാക്കാപ്പിള്ളേർ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞത്. അപ്പോൾ ഒരുത്തനോട് ഞാൻ പറഞ്ഞു, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ മറ്റന്നാൾ എറണാകുളത്ത് BTH വരും, ഞാൻ 3 ദിവസം BTH ഉണ്ടാവും, വെള്ളി ശനി ഞായർ. നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ ഹോട്ടലിൽ വാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവൻ കൗണ്ടറിലെങ്കിലും വന്ന് ചോദിക്കൂ. പക്ഷേ കൗണ്ടറിൽ വന്ന് പോലും ചോദിച്ചില്ല. ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല അനിയ. ഞാൻ ആ പയ്യനോട് പറഞ്ഞത്, നിങ്ങൾ വേറൊരു പ്രശ്നം തരാം, അവിടെയും 1 വേ ആണ്, അതെന്തറിയോ, ഞാൻ ആ പയ്യനെക്കുറിച്ച് പറഞ്ഞതിൽ കുറച്ചിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. ഓക്കെ, ഇത് രണ്ടും ഇപ്പോൾ ഷൈൻ ഒത്തിരി കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ ഫാദർ അബി ഇത്രയും പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആളോ നമുക്കറിയില്ല. ഇപ്പോൾ ഈ പുള്ളി പറയണത് പുള്ളിക്ക് അറിയാമായിരുന്നു അബീനെ, സിനിമ ഫീൽഡിലെ ആൾക്കാർ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ട് പോകുന്നത്. അബിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അബീനെ കണ്ടിട്ടില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനുമായിരുന്നു. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഷൈനോട് നമുക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. നമ്മൾക്ക് ഒത്തിരി കമൻറ്റ് എഴുതിയിട്ടുള്ളതാണ് ആ സമയത്ത് ഷൈനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി. കാര്യം അബിക്ക് മലയാള സിനിമയിലൊരു നീതി കിട്ടേണ്ടതായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പകാലം തുടങ്ങി എത്രയോ കോമഡി പരിപാടിക്ക് സിനിമയ്ക്കകത്തൊക്കെ അബീനെ കണ്ടിട്ടുണ്ട്. അബീനെ കാണുമ്പോൾ തന്നെ ഒരു രസമുള്ള, എനിക്കൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങി അബീൻ്റെ ഒരു സിനിമയിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പുള്ളി മരിച്ചത് നമുക്കൊരു വിഷമമായിരുന്നു. പുള്ളി ഒന്നും ആയില്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ. ഷൈൻ കയറി വരുന്ന സമയത്താണ് പുള്ളി മരിക്കുന്നത്. എല്ലാം ഒരു ഇതായിപ്പോയി. അപ്പോൾ ഷൈന് ഒരു ചാൻസ് കിട്ടണമെന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആൾക്കാരാണ്. അപ്പോൾ ഷൈൻ അങ്ങനെ കുറേ കഥകൾ പറയുന്നുണ്ട്, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ അറിയാവുന്ന ഒരാൾ വന്ന ഒരു സ്ഥലത്ത് വന്നു, അത് ക്ലച്ച് പിടിച്ച് വരുമ്പോൾ അതിനെ വീണ്ടും വളരാനും ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഒരു അന്നം തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. കുടുംബത്തിനും നിങ്ങളുടെ പാരമ്പര്യമായിട്ടും ഇപ്പോഴും. അപ്പോൾ അതിനെ കുറച്ചും കൂടി റെസ്പെക്റ്റ്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് റെസ്പെക്റ്റ് കാണിക്കട്ടെ. ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയോ പ്രശ്നങ്ങൾ. ഇപ്പോൾ RDX എന്ന് പറഞ്ഞ സിനിമ 100 കോടിക്ക് കളക്ഷൻ മേളിൽ പോയൊരു സിനിമയാണ്. അത് നായകനായിട്ട് ഷൈൻ ആണെങ്കിലും അത് വിറ്റുപോയത് ശരിക്കും പെപ്പയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ പടം ഓടിയില്ല. പെപ്പയുടെ ഒരു റേഞ്ച് ആ പടത്തിൽ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ സോഫിയ പോളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ സ്ക്രിപ്റ്റ് നഹാസ് ഡയറക്ടർ. അവർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ പടം ഷൂട്ട് ചെയ്ത് തീർത്തത്. കാര്യം അതൊന്ന് ഈ പുള്ളിയുടെ ഈ ഷൈൻ നിഗത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമ തീരുന്നതിന് മുന്നേ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഡയറക്ടേഴ്സ് അസോസിയേഷൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അമ്മയെന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഈ പുള്ളിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്ക് പ്രശ്നമുണ്ട് ചെറിയ രീതിയിൽ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ചിലപ്പോൾ ഇത് വലിക്കുന്നതുകൊണ്ടോ അടിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം, അതാണ് ഇവർ പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് അച്ഛന് സ്വന്തം ഫാദറിന് ഫാദറിൻ്റെ സ്വപ്നമല്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു സ്റ്റാറായിട്ട് നിൽക്കണം എന്നുള്ളത്. അതൊക്കെ എത്തി ഒരു സംഭവത്തിൽ നിൽക്കുന്ന ഒരാൾ, അവരോടൊക്കെ ഒരു നന്ദി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ചെയ്യേണ്ടത്. സിനിമകൾ ചെയ്യുന്നുണ്ട്, അഭിനയമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ബാക്കിയുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കി എന്തൊക്കെ ഇപ്പോൾ സ്വന്തം കൂടെ അഭിനയിക്കുന്ന ഒരു സഹതാരത്തിന് ഇപ്പോൾ ഉണ്ണിമൂന്നിനെ പോലെ ഒരാൾ, ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ പുള്ളിക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട്. ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പോണത് എത്രയോ ലാംഗ്വേജിലാണ്. ഓൾ ഇന്ത്യയിലാണ് ഉണ്ണിമൂന്നൻ്റെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെയുള്ള ഈ വിവാദങ്ങൾ ഉണ്ടാക്കി എന്താ പറയേണ്ടത്, ഇതിൻ്റെ അപ്പുറം കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് വളരാനുള്ള റേഞ്ച് ഇല്ലാന്ന് സ്വയം എഴുതിയ പോലെയൊക്കെയാണ് ഷൈൻ്റെയൊക്കെ തീരുമാനം. അപ്പോൾ കാര്യമില്ല, സ്വന്തം വരാനുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഈ സിനിമ കയറി പോകുന്നത്, മലയാള സിനിമ കയറി പോകുന്നത് വേറെ ലെവലിലേക്കാണ്. അത് മനസ്സിലാക്കിയാണ് ഫഹദും പൃഥ്വിരാജും
ദുൽഖറും ഇപ്പോൾ ഉണ്ണിമുകുന്ദനും അങ്ങനെയുള്ള അവരൊക്കെ ഈ ഇതിൻ്റെ മാർക്കറ്റ് കാണുന്നത് കേരളത്തിന് പുറത്തേക്കുള്ള വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവരങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവരെ ചെന്ന് വലിച്ച് താഴെ ഇടാനോ അല്ലെങ്കിൽ അവരെ വലിച്ച് അവരുടെ ഒപ്പം ഓടാൻ നോക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് അവരെ വലിച്ച് താഴെ ഇടുക അല്ലെങ്കിൽ അവരുടെ ഓട്ടത്തെ പിടിച്ചു നിർത്താൻ നോക്കുക. ഇതൊന്നും കൊണ്ട് നിങ്ങൾ തളരുമെന്നല്ലാണ്ട് നിങ്ങളുടെ കരിയർ പോകുമെന്നല്ലാണ്ട് അല്ലെങ്കിൽ ഫാദറിന് എന്ത് സംഭവിച്ചു അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കുമെന്നല്ലാണ്ട് അവർക്കാർക്കും സംഭവിക്കാൻ പോകില്ല. കാര്യം അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡും അവർ ഇതിനെയൊക്കെ കാണുന്നത് വേറെ തലത്തിലാണ്. അത് നമുക്ക് അവരുടെ രീതികൾ അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പറഞ്ഞതിനോട് പോലും ഉണ്ണിയൊന്നും പ്രതികരിക്കാത്തതിൻ്റെ കാര്യം ഉണ്ണിയൊക്കെ വേറെ ഒരു ലെവലിലാണ് അവർ ഈ സിനിമാ ഫീൽഡിനെ പറ്റി അല്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടിരിക്കുന്നത്. നമുക്കതാണ് മനസ്സിലായത്. ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഞാൻ ആളുടെ സിനിമ കണ്ടിട്ടില്ല, ബട്ട് ഐ ഹാപ്പൻ ടു മീറ്റ് ഹിം. ഹിസ് ഗോട്ട് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്. വളരെ വളരെ പ്രൊഫഷണലായി ഇതിനെ കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് ഇപ്പോൾ കഴിഞ്ഞ ഉണ്ണി പറഞ്ഞ പോലെ ഹൃത്തിക് റോഷൻ നായനാക്കി ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അത് ചിലപ്പോൾ നടക്കും. പുള്ളി അങ്ങനെ ഒരു വിൽ പവറുള്ള ഒരാളാണ്. പുള്ളിയുടെ ലൈഫ് നമ്മളിങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കാണ് പുള്ളിയൊക്കെ വളരുന്നത്. ഇതൊക്കെ ഷൈന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അതുവരെയൊക്കെ എത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ അത്ര എത്തിയില്ലെങ്കിലും കയ്യിലുള്ള കാര്യം ഒന്ന് കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് അതിനെ ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ എത്രയോ നല്ല രീതിയിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞു തരേണ്ട ആൾക്കാർ ഈ ബാബുരാജിനെ പോലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ തീർന്നു. ഓക്കെ, പിന്നെ അത് അധികം ഒന്നും പറയാനുള്ളത്. കുറേ ഇപ്പോൾ ഇത് ബൈജുവിൻ്റെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു. ബൈജുവിനെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബൈജുവും ഇപ്പം ഏകദേശം മൊത്തത്തിൽ ഈ പെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഷൈൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാമെന്ന്. മദ്രാസ്കാരൻ്റെ സിനിമയുടെ പ്രൊമോഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനകത്ത് ആൾ പോലും ഇല്ല, അതുകൊണ്ട് തിയേറ്ററിൽ സിനിമ കളിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അറിയില്ല അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. If you ask me where home is, it's here. 5 പേരായിട്ട് കാത്തു നിൽക്കുകയും ഓൺലൈനിൽ 2 പേര്, 7 പേരുണ്ട്. 2 പേര് പറഞ്ഞ് തിയേറ്ററിൽ വർക്ക് ചെയ്യില്ല, 10 പേര് വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ എനിക്ക് വേറെ ടിക്കറ്റ് തന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയണില്ല കണ്ടൊക്കെ അറിഞ്ഞു അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും സ്പ്രെഡ് ചെയ്യല്ലേ ബ്രോ, ഞാൻ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്നൊക്കെയാണ് പറയണത്. ഇപ്പം എന്താണ് പറയേണ്ടത് ഇതിനകത്തൊക്കെ? നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ ചിലപ്പോൾ പുള്ളി ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോയതാകാം. അതിന് പ്രായത്തിന് ഈ പറഞ്ഞ പോലെ പ്രായവും അതായിട്ടില്ല, അതിനുള്ള എക്സ്പീരിയൻസും ആയിട്ടില്ല. സിനിമയിൽ വന്ന് പൈസ കിട്ടാൻ തുടങ്ങി പുള്ളി ഇങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വന്ന് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്ന ഒരാൾ ഈ പുള്ളിയായിരിക്കും. കാര്യം ഈ പുള്ളിക്ക് ഇപ്പം തന്നെ എത്ര എക്സ്പീരിയൻസ് ആയി. ഓക്കെ, അമ്മ സിനിമ സംഘടനയെന്നൊക്കെ പുറത്താക്കിയതിൽ ലാലേട്ടനൊക്കെ എത്രയോ മമ്മൂക്ക ലാലേട്ടനൊക്കെ അവസാനം റെക്കമെൻഡ് ചെയ്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് പിന്നെ സിനിമയിൽ സഹകരിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്രയോ വിഷയങ്ങളല്ല, എത്ര തലവേദനകൾ അവർക്ക് എല്ലാവർക്കും ഈ പുള്ളി ഉണ്ടാക്കി. ഇത്രയും വർഷമായിട്ട് എത്രയോ ആക്ടേഴ്സിനെ കണ്ടതാണ്, അവരാരും ഇവർക്കൊന്നും തലവേദന ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ പുള്ളി വന്ന് ഇവർക്ക് എല്ലാവർക്കും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ ഷൈൻ എന്തായാലും കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം കൂടി കഴിഞ്ഞൊരു 10-45 വയസ്സൊക്കെ കഴിയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ ജീവിതത്തെ പഠിച്ചൊരു നടനായിട്ട് മാറുമെന്ന് പോകും. ആ സമയത്തായിരിക്കും ഷൈൻ്റെ ഏറ്റവും നല്ല സൂപ്പർ റോളുകളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഷൈൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല രീതികളും സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഉണ്ണിമുകുന്ദൻ എന്തായാലും നല്ല രീതിയിൽ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഷൈനും ഇതേപോലെ മലയാള സിനിമയുടെ ഒത്തിരി ചാൻസുകൾ, മലയാള സിനിമ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ വെറുതെ അല്ല. ഈ ഏകദേശം 6 സിനിമയാണ് 2024 100 കോടിക്ക് മേലെ പോയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ്. അതേപോലെ ഇനി വരാൻ പോകുന്ന വലിയ പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമാകാനൊക്കെ ഈസിയായിട്ട് സാധിക്കും. ഇപ്പോൾ RDXലൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നല്ലൊരു ഡാൻസ് അറിയാം, ഒരു പക്കാ ആക്ടിങ് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ഈ വിജയൊക്കെ ചെയ്യണ പോലത്തെ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് ശരിക്കും. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം. അതൊക്കെ തിരിച്ചറിഞ്ഞ് നടത്താൻ പറ്റുവാണെങ്കിൽ അതൊക്കെ കയറും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അപ്പനെ എന്ത് സംഭവിച്ചാൽ അതൊക്കെ ചിലപ്പോൾ പുള്ളിക്കും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്.